ഹായ് ഓൾ, ഞാൻ ഫഹ്മിദ ഹന്ന, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആണ്. കഴിഞ്ഞ വീഡിയോയിൽ ഇങ്ങനെയല്ല സൈക്കോളജി എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ വീഡിയോയിൽ എങ്ങനെയാണ് സൈക്കോളജി എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ സൈക്കോളജിയുടെ ഡെഫിനിഷൻ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. നമുക്ക് സൈക്കോളജിക്ക് ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ മൈൻഡിനെയും അതുപോലെ തന്നെ എങ്ങനെ അത് നമ്മളുടെ ബിഹേവിയറിനെയും എഫക്റ്റ് ചെയ്യുന്നു എന്നതിനെ ശാസ്ത്രീയമായി പഠിക്കുന്നതിനെയാണ് നമ്മൾ സൈക്കോളജി എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട പ്രധാനപ്പെട്ട പോയിന്റാണ് ശാസ്ത്രീയമായി പഠിക്കുന്നു എന്നുള്ളത്. കാരണം ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന സൈക്കോളജി സേസ് എന്ന് പറഞ്ഞ് കാണുന്ന ഒരുപാട് പോസ്റ്റുകളും ശാസ്ത്രീയമായിട്ട് ഒരു തെളിവും ഇല്ലാത്ത വാക്കുകളാണ്. ഉദാഹരണത്തിന്, നമ്മൾ ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേ ആരെയാണോ നമ്മൾ ചിന്തിക്കുന്നത് ആ വ്യക്തിയായിരിക്കും നമ്മളെ കൂടുതലായിട്ട് ഹേർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക എന്ന് സൈക്കോളജി പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി, ആ വ്യക്തിയെ നമ്മൾ സ്വപ്നത്തിൽ കാണുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ കാണാനായിട്ട് ആ വ്യക്തിയും നമ്മളും ആഗ്രഹിക്കുന്നു എന്ന് സൈക്കോളജി പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് ശാസ്ത്രീയമായിട്ട് യാതൊരു തെളിവുമില്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നതല്ല സൈക്കോളജി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെയാണ് ശാസ്ത്രീയമായിട്ടാണ് സൈക്കോളജി പഠിക്കുന്നത് എന്നതിൻ്റെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടക്കുന്ന ഒരു മേഖല കൂടിയാണ് മനഃശാസ്ത്ര മേഖല എന്ന് പറയുന്നത്. ഒരുപാട് വ്യാജന്മാരും തട്ടിപ്പുകാരും കടന്നുകയറ്റം ചെയ്തിട്ടുള്ള മനഃശാസ്ത്ര മേഖലയിൽ ആരാണ് യഥാർത്ഥ മനഃശാസ്ത്രജ്ഞൻ, ആരാണ് യഥാർത്ഥ സൈക്കോളജിസ്റ്റ് എന്ന് അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ്. അപ്പോൾ ആരാണ് യഥാർത്ഥ സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത്? അതെ, സൈക്കോളജിയിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കിയിട്ടുള്ള ഒരാളെയാണ് നമ്മൾ സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത്. കുറഞ്ഞതൊരു 5 വർഷമെങ്കിലും പഠനം പൂർത്തിയാക്കിയ ഒരാളെയാണ് നമ്മൾ സൈക്കോളജിസ്റ്റ് എന്ന് പറയുക. ഒരു കൗൺസിലിങ്ങിനോ മറ്റോ പോകുന്ന സമയത്ത് നമ്മൾ സമീപിക്കുന്ന സൈക്കോളജിസ്റ്റിൻ്റെ കൃത്യമായ ക്വാളിഫിക്കേഷൻ നമ്മൾ ചോദിച്ചറിയുക. അവർ എവിടെ നിന്ന് പഠിച്ചു, എന്താണ് പഠിച്ചത്, എത്ര വർഷം പഠിച്ചിട്ടുണ്ട്, അവരുടെ എക്സ്പീരിയൻസ് എന്താണ്, ഇങ്ങനെ തുടങ്ങിയിട്ട് കൃത്യമായിട്ടുള്ള അറിവുകൾ അവരിൽ നിന്ന് ശേഖരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത്, പല കുട്ടികളും മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് സൈക്കോളജിക്ക് സ്കോപ്പ് ഇല്ല എന്ന് ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട്, സൈക്കോളജിക്ക് സ്കോപ്പ് ഇല്ല എന്ന് വീട്ടിലെ ആളുകൾ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുന്നത് നിരന്തരം എക്സാം കഴിഞ്ഞ ഉടനെ കാണുന്ന ഒരു പ്രവണതയാണ്. അപ്പോൾ ഇതിന് നമുക്ക് പറയാനുള്ളത് ഒരൊറ്റ മറുപടിയാണ്. ഇന്ന് നമ്മളുടെ സൊസൈറ്റിയിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളായിക്കോട്ടെ, ലഹരി ഉപയോഗങ്ങളായിക്കോട്ടെ, കുട്ടികളിലെ മാനസിക പ്രശ്നങ്ങളായിക്കോട്ടെ, ഇതെല്ലാം പരിഹരിക്കേണ്ടത് ആരാണ്? ഒരു സൈക്കോളജിസ്റ്റിന്റെ റോൾ അവിടെ എത്രമാത്രം പ്രസക്തി ഉണ്ട് എന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇനി സൈക്കോളജിയുടെ സ്കോപ്പ് പറയാണ് എന്നുണ്ടെങ്കിൽ, നമ്മളുടെ നാട്ടിൽ വിപുലമായിട്ട് കാണുന്നത് ഒരു ക്ലിനിക്കൽ സെറ്റപ്പാണ്. കൗൺസിലിംഗ് ചെയ്യുന്നു, സൈക്കോളജി കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തി കൗൺസിലിംഗ് മേഖലയിലേക്ക് വരുന്നു, ക്ലിനിക്ക് ഇടുന്നു, ഇങ്ങനെയുള്ള ഒരു സംഭവമാണ് നമ്മൾ കൂടുതലായിട്ട് കാണുന്നത്. ഇത് കൂടാതെ തന്നെ എഡ്യൂക്കേഷണൽ സൈക്കോളജി, ടീച്ചിങ് ഫീൽഡിലോട്ട് പോവാം, ഡെവലപ്മെന്റൽ സൈക്കോളജി, സോഷ്യൽ സൈക്കോളജി, ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷണൽ സൈക്കോളജി, ഫോറൻസിക് സൈക്കോളജി, ഹെൽത്ത് സൈക്കോളജി, ന്യൂറോ സൈക്കോളജി, കോഗ്നിറ്റീവ് സൈക്കോളജി, പോസിറ്റീവ് സൈക്കോളജി, ഒന്നുകൂടാതെ റിസർച്ച് ഏരിയ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഏരിയകൾ സൈക്കോളജിന്റെ അകത്തുണ്ട്. ഇതൊന്നും അല്ലാതെ തന്നെ കോർട്ടിൽ സൈക്കോളജിസ്റ്റ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാം, IT കമ്പനീസിൻ്റെ അകത്ത് വർക്ക് ചെയ്യാം, ജയിലുകളിൽ വർക്ക് ചെയ്യാൻ പറ്റും, സ്കൂളുകളിൽ, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് മേഖലകളിൽ സൈക്കോളജി കടന്നു വരുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് സൈക്കോളജിയെ കുറിച്ച് മനസ്സിലാക്കിയതിൻ്റെ ശേഷം മാത്രം നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് ട്രൈ ചെയ്യുക. അതേപോലെ തന്നെ സൈക്കോളജിയിലുള്ള വ്യാജന്മാരെയും മറ്റും മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ചികിത്സ തേടി പോവേണ്ടത്. ഇനി സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റൊരു വാക്കാണ് കൗൺസിലിംഗ് എന്നുള്ളത്. കൗൺസിലിങ്ങിനെ കുറിച്ച് അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുവരെ ടാറ്റ, ബൈ ബൈ.